പ്രൈസ് ദി ലോർഡ്. എല്ലാ ദൈവമക്കൾക്കും സ്തോത്രം പറയുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും സമ്പൂർണ്ണമായി സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ. ആമേൻ. സ്തോത്രം. നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന ദൈവാത്മാവ് ഏൽപ്പിച്ച ഒരു ചെറിയ സന്ദേശമാണ്. ആ സന്ദേശത്തിനായി നമ്മൾ എടുത്തിരിക്കുന്ന തിരുവചനം യെശയ്യാവ് പ്രവാചകൻ്റെ 61 വചനങ്ങളാണ്. 61 ചാപ്റ്റർ മുഴുവനും നമ്മൾ വായിക്കേണ്ടതാണ്. പക്ഷെ നമ്മൾ ആദ്യമായിട്ട് ഇരിക്കുന്ന 3 വചനങ്ങൾ മാത്രം ഇപ്പം നമ്മൾ നോക്കാൻ പോവുകയാണ്. സ്തോത്രം. ദൈവം നിങ്ങൾക്ക് സഹായിക്കട്ടെ. ഈ വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവം സംസാരിക്കുവാൻ, ദൈവം ഇടപെടുവാൻ സഹായിക്കട്ടെ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ആദ്യത്തെ വചനം തന്നെ നമ്മൾ വായിക്കുക. എളിയവരോട് സ്വർത്തമാനം ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കൊണ്ട് യഹോവയായ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേൽ ഇരിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോൾ ദൈവം എന്തിനാണ് ഒരു മനുഷ്യനെ അല്ലെങ്കിൽ ഒരു വിശ്വാസിയെ അഭിഷേകം ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് വ്യക്തമായി ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ സ്ട്രെയിറ്റ് ടു ദ പോയിന്റ് ഞാൻ പറയാവേ, എന്തിനാണ് നമ്മൾ അഭിഷേകം ചെയ്യപ്പെട്ടിരിക്കുന്നത്? എത്രയോ വിശ്വാസി ജനങ്ങൾ അഭിഷേകം ചെയ്തിരിക്കുന്നു എന്ന്, അന്യഭാഷ പ്രാപിച്ചിരിക്കുന്നു എന്ന് നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ അവരിൽ പ്രവൃത്തിയില്ലാത്തത് എന്തുകൊണ്ടാണ് എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. ഇപ്പം എന്തിനു വേണ്ടിയാണ് അഭിഷേകം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് അറിഞ്ഞാലേ അപ്പോൾ ആ അഭിഷേകത്തെ നമുക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റും. അപ്പോൾ എന്തിനു വേണ്ടിയാണ്? ഹല്ലേലൂയ. ആ 3 വചനങ്ങളും നിങ്ങൾക്ക് വായിക്കാൻ പറ്റും. സർവേശ്വരനായ ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ മേൽ ഉണ്ട്. കാരണം പീഡിതനെ സദ്വാർത്ത അറിയിക്കാൻ സർവേശ്വരൻ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഹൃദയം തകർന്നവരുടെ മുറിവ് കെട്ടാനും തടവുകാർക്ക് സ്വാതന്ത്ര്യവും ബന്ദികൾക്ക് കാരാഗൃഹ മോചനവും പ്രഖ്യാപിക്കാനും സർവേശ്വരൻ്റെ പ്രസാദ വർഷവും ദൈവത്തിൻ്റെ പ്രതികാര ദിനവും പ്രഖ്യാപിക്കാനും ദുഃഖിക്കുന്നവരെയെല്ലാം ആശ്വസിപ്പിക്കാനും സിയോണിലെ സങ്കടപ്പെടുന്നവർക്ക് ചാരത്തിൻ്റെ പകരം പൂമാല നൽകാനും സങ്കടത്തിന് പകരം ആനന്ദ തൈലവും തളർന്ന മനസ്സിന് പകരം സ്തുതിയുടെ മേലങ്കിയും നൽകാനും. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. അവിടെ ഇരുന്ന് എന്നെ അയച്ചിരിക്കുന്നു. ആമേൻ. സ്തോത്രം. യെശയ്യാവ് പ്രവാചകൻ എത്രയും വലിയ പ്രവാചകനാണെന്ന് നമ്മൾ അറിയുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മേലെ വഹിക്കുന്ന പരിശുദ്ധാത്മാവ് എന്തിനു വേണ്ടി ഇദ്ദേഹത്തിൻ്റെ മേലെ ഉണ്ട് എന്നുള്ളത് അവർ വ്യക്തമായി പറയുന്നുണ്ട്. അപ്പോൾ അവർ പറഞ്ഞ ഈ അതേ പ്രവൃത്തികൾ തന്നെയാണ് നമ്മളുടെ കർത്താവാകിയ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ മനുഷ്യകുമാരനായി ജനിച്ച സമയത്ത് പ്രവർത്തിച്ചിട്ട് പോയ മിനിസ്ട്രി, കാണിച്ചു തന്ന ദൈവവേല. ആ ദൈവവേലകൾ അവർ കാണിച്ച എല്ലാ ദൈവവേലകളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ട് നമുക്ക് അവരുടെ പ്രവൃത്തിയിൽ കൂടി ഇതിൽ പറഞ്ഞിരിക്കുന്ന ഈ 3 വചനങ്ങളിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ വേലകളിലും നമുക്ക് കാണാൻ പറ്റും. അവരുടെ ദൈവവേല എല്ലാവരും യേശു കർത്താവിൻ്റെ മിനിസ്ട്രി മുഴുവനും ഇതെല്ലാം അവർ ചെയ്തിരിക്കുന്നു. ദുഃഖിതന് ആശ്വാസം നൽകിയിട്ടുണ്ട്. ഹല്ലേലൂയ. ഹൃദയം തകർന്നവരുടെ മുറിവ് കെട്ടിയിട്ടുണ്ട്. തടവുകാർക്ക് സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. കണ്ണ് കാണാൻ പറ്റാത്തവരെ കണ്ണ് കാണിപ്പിച്ച് ആ തടവിലിരുന്നവർക്ക് വിടുതൽ നൽകി. മുടന്തർ നടന്നു. ആ തടവുകളിലിരുന്നെല്ലാം അവർ പൂർണ്ണ സ്വാതന്ത്ര്യരായി. ബന്ദികൾക്ക് കാരാഗൃഹ മോചനം. ഹല്ലേലൂയ. പിശാചിനാൽ കട്ടപ്പെട്ട ബന്ധിതർക്ക് എല്ലാവർക്കും അതിലിരുന്ന് വിടുതൽ നൽകിയതായിരുന്നു. ആമേൻ. സ്തോത്രം. അപ്പോൾ നമ്മളുടെ മേലെ വസിക്കുന്ന പരിശുദ്ധാത്മാവ് എന്തിനു വേണ്ടിയാണ് വസിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഈ വചനങ്ങൾ വായിക്കുമ്പോൾ തന്നെ വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഒരു വിശ്വാസി എൻ്റെ മേലെ ദൈവാത്മാവുണ്ട്, ദൈവാത്മാവ് ഞാൻ പ്രാപിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന വിശ്വാസി അപ്പോൾ ഈ പ്രവൃത്തികളൊക്കെ ചെയ്യുന്ന വിശ്വാസിയാണോ എന്നും കൂടി അവർ തന്നെ ശോധന ചെയ്യേണ്ടതാണ്. ആമേൻ. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് പ്രാവിനെ പോലെ യേശുക്രിസ്തു സ്നാനപ്പെട്ടപ്പോൾ അവരുടെ മേലെ വന്നു എന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ആ ആത്മാവ് തന്നെ നമ്മളുടെ മേലിലും വസിക്കുന്നുണ്ട്. ആ അഭിഷേകം തന്നെയാണ് നമ്മളുടെ മേലും ആയിരിക്കുന്നത്, ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. അപ്പോൾ എന്തിനു വേണ്ടിയാണ്? വെറും അന്യഭാഷ മാത്രം പറയാനായിട്ട് അല്ല. അന്യഭാഷ പറയുന്നത് കുറ്റമല്ല, പക്ഷേ അതൊരു അടയാളം മാത്രമായിരിക്കണം. അപ്പോൾ പ്രവൃത്തിയില്ലാത്ത ഒരു വിശ്വാസം എങ്ങനെയാണ് വിശ്വാസം ആയിത്തീരുന്നത്? ഹല്ലേലൂയ.
ഹല്ലേലൂയ. അപ്പോൾ പ്രവൃത്തിയില്ലാണ്ട് നമുക്ക് ഇത് പരിശുദ്ധാത്മാവാണെന്ന് ഉറപ്പിക്കാൻ കഴിയത്തില്ല. ബിക്കോസ് ഇവിടെ വ്യക്തമായി ദൈവാത്മാവ് നമുക്ക് പറയുന്നുണ്ട്, യേശു കർത്താവ് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്, അപ്പോസ്തലന്മാർ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്, അതിന് ശേഷം ഉണ്ടായിരുന്ന എത്രയോ മിഷനറിമാർ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്, പൗലോസ് എത്രയോ പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ അങ്ങനെ ദൈവാത്മാവ് പ്രാപിച്ചു എന്ന് പറയുന്നവരുടെ പ്രവർത്തികളാണ്. അപ്പോൾ ഇങ്ങനത്തെ പ്രവർത്തികൾ ഇല്ലാത്തവരുടെ മേലെ വഹിക്കുന്നത് ദൈവാത്മാവ് ദൈവാത്മാവ് തന്നെയാണോ എന്ന് നമ്മൾ സംശയിക്കേണ്ടതാണ്. ഹല്ലേലൂയ. ഇത് പറയുമ്പോൾ കേൾക്കുന്നവർക്ക് ചിലപ്പോൾ വിഷമമായിരിക്കാം, പക്ഷെ സത്യം അങ്ങനെ തന്നെ ആയിരിക്കുന്നു. ഇത് നമുക്ക് ഒളിച്ചു കളിക്കാൻ പറ്റില്ല. സാരമില്ല, നിങ്ങൾ ചുമ്മാ വന്നു പോയാൽ മതി, സഭയ്ക്ക് വന്നു പോയാൽ മതി എന്ന് നമുക്ക് പറയാൻ പറ്റുകയില്ല. എന്തുകൊണ്ടാണ് വെച്ചാൽ നിങ്ങളുടെ നിത്യതയിലേക്ക് കൊണ്ട് എത്തിച്ചേർക്കേണ്ടവർ ഉത്തരവാദിത്വം ഞങ്ങൾക്കുള്ളത് കൊണ്ടാണ്. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ വചനത്തിൽ കൂടി തന്നെ മറ്റൊരു കാര്യവും നമുക്ക് വ്യക്തമാക്കാൻ പറ്റും. അപ്പോൾ പരിശുദ്ധാത്മാവ് സ്വീകരിച്ച ആത്മാവ് എൻ്റെ മേൽ വസിക്കുന്നുണ്ട്. ഓക്കെ, ദൈവം എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. അപ്പോൾ എന്തിനു വേണ്ടിയാണെന്ന് കണ്ടു. പക്ഷേ ഈ ചെയ്തവരെല്ലാവരും, ഈ ആശാര്യക്കൂട്ടമായിരിക്കുന്ന ഇവരെല്ലാവരും സുവിശേഷകർ മാത്രമാണോ പറയേണ്ടത്? ഇങ്ങനെ അങ്ങനത്തെ ഒരു വചനവും ഇവിടെ ഇല്ല. 5 ഓഫീസുണ്ട്: അപ്പോസ്തലരും, പ്രവാചകരും, സുവിശേഷകരും, മേയ്പ്പനും, ടീച്ചിങ് ചെയ്യുന്നവരും. ഇവർക്ക് മാത്രം ഉള്ളതായിട്ടല്ല പറഞ്ഞിരിക്കുന്നത്. അഭിഷേകം പ്രാപിച്ച എല്ലാവർക്കും ഉള്ളതായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് വീട്ടമ്മമാരായിരിക്കാം, ജോലിക്ക് പോകുന്നവരായിരിക്കാം, സ്കൂൾ കുട്ടികളായിരിക്കാം, ചെറിയ പിള്ളേരായിരിക്കാം, ഹല്ലേലൂയ, ചെറിയ മക്കളായിരിക്കാം. ഹല്ലേലൂയ. വചനം പറയുന്നുണ്ട്, പാലകർ പ്രവചിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഹല്ലേലൂയ. പ്രായമായവരായിരിക്കാം, വയസ്സോ അവരുടെ പ്രൊഫഷനോ അല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത് ക്വാളിഫൈഡ് ആയിട്ട്. ആമേൻ. അപ്പോൾ അഭിഷേകം പ്രാപിച്ചവരുടെ പ്രവൃത്തികളെക്കുറിച്ചാണ്. എന്തിനു വേണ്ടിയാണ്? ഹല്ലേലൂയ. എന്തിനു വേണ്ടിയാണ് അഭിഷേകിക്കപ്പെട്ടു എന്നുള്ളതിൻ്റെ വ്യക്തമായ പ്രവൃത്തികൾ, വ്യക്തമായ കാര്യങ്ങളാണ് നമ്മളിവിടെ കാണുന്നത്. ഹല്ലേലൂയ. യെശയ്യായുടെ ഈ വചനം എല്ലാവരും അറിഞ്ഞിട്ടുണ്ട്, എത്രയോ പ്രാവശ്യം നമ്മൾ വായിച്ചിട്ടുമുണ്ട്. പക്ഷേ ഇത് ദൈവാത്മാവ് എൻ്റെ മേലെ വസിക്കുന്നുണ്ട് എന്ന് പറയുന്നവരോടുള്ള ഒരു ചോദ്യമായിട്ടും കൂടി ഞാൻ വയ്ക്കുന്നുണ്ട്. ആമേൻ. അപ്പോൾ ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നുള്ളത് നിങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നവരാണെങ്കിൽ, ദൈവം തന്നെയാണ് സത്യദൈവമെന്ന് വിശ്വസിക്കുന്നവരാണെങ്കിൽ, ഇനി ന്യായവിധി പ്രതികാര ദിനത്തിനെക്കുറിച്ച് പ്രഖ്യാപിക്കണമെന്ന് വചനം പറയുന്നുണ്ട്. ദിനത്തെക്കുറിച്ച് നിങ്ങൾക്ക് നല്ല ഒരു ഉണർവ് ഉള്ളതാണെങ്കിൽ, നിങ്ങളുടെ അഭിഷേകം ശരിക്കും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം തന്നെയാണെങ്കിൽ നിങ്ങളിൽ ഈ പ്രവൃത്തികളൊക്കെ ഉണ്ടാവും. ആമേൻ. ഹല്ലേലൂയ. അതിലൊന്നും ഒളിച്ചുമാറിക്കൂടാ. നമുക്കൊന്നും ഒളിച്ചുമാറി അങ്ങോട്ടേക്ക് മാറിപ്പോകാൻ പറ്റുകയില്ല. യാതൊരു എക്സ്ക്യൂസസും നമുക്കവിടെ പറയാൻ പറ്റുകയില്ല. ഹല്ലേലൂയ. നീ വലിയ ബിസിനസ്മാൻ ആയതുകൊണ്ട്, വലിയ പൈസക്കാരനായതുകൊണ്ട്, വലിയ ബുദ്ധിമാനായതുകൊണ്ട് ഇതെല്ലാം നിനക്ക് റിലാക്സേഷൻ ഉണ്ട് എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പോസ്തലൻ പൗലോസ് എത്രയോ ഒരു വലിയ മനുഷ്യനാണ്, വലിയൊരു ഹല്ലേലൂയ, ഒരു വെൽത്തി മാനാണ്, വലിയ പൈസക്കാരനാണ്. ഹല്ലേലൂയ. ഐശ്വര്യമാണെന്ന് പറയുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു വെൽത്തി മാനായ മനുഷ്യൻ എന്തുകൊണ്ടാണ് ലോകമെമ്പാടി ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടന്നേ? ഹല്ലേലൂയ. ഒരു പരദേശിയെ പോലെ. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങളൊന്ന് ആലോചിക്കുക, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ കൊണ്ടല്ല ആമേൻ ദൈവം നിങ്ങളെ വില നിർത്തുന്നത്. അപ്പോൾ നിങ്ങൾ എന്തും ആയിക്കോ, പക്ഷെ അഭിഷേകം പ്രാപിച്ചു എന്നുള്ളവരുടെ മേലെ അവർക്കുള്ള ദൈവവേലകൾ എന്തൊക്കെയാണെന്നാണ് ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തിനാണ് അഭിഷേകം കൊടുക്കപ്പെട്ടത് എന്നുള്ളതും ദൈവം ഇവിടെ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ പ്രവൃത്തികൾ ഇല്ലാത്തവരുടെ മേലെ വഹിക്കുന്നത് പരിശുദ്ധാത്മാവാണോന്ന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? സംശയിക്കുക തന്നെ ചെയ്യണം. ഹല്ലേലൂയ. വേറെ വഴിയില്ല, വേറെ രക്ഷയില്ലാത്ത ഞാനിത് വ്യക്തമായി തന്നെ ഇങ്ങനെ ഓപ്പണായിട്ട് തന്നെ പറയുക. ചിലവർക്കത് ഇഷ്ടപ്പെടില്ല, പക്ഷെ സത്യം അങ്ങനെ തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഇതിൽ ഒരു പോയിൻ്റ് നമുക്കൊരു ലൂപ്പ് ഹോളുണ്ട്. എന്താ ലൂപ്പ് ഹോൾ എന്ന് പറയുന്നത്? ഒരു കണക്ഷൻ പോയിൻ്റ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സ്തോത്രം. അപ്പോൾ ഈ ദൈവത്തിൻ്റെ ഈ പ്രവൃത്തികളൊക്കെ ചെയ്യുവാൻ ആത്മാവ് ഉള്ളവരുടെ മേലെ കാണേണ്ട ആത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ചാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഈ ആത്മാവിൻ്റെ ഫലങ്ങൾ ആത്മാവ് പ്രാപിച്ചവരുടെ മേലെ ഉണ്ടാവും.
അവരുടെ ക്യാരക്ടർ, ആ ജന്മസ്വഭാവം മാറി. ആ ജന്മസ്വഭാവം എന്ന് പറയുന്നത് ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആയിട്ട് ഒരു ജന്മസ്വഭാവം കാണാം. ആ കുടുംബത്തിൻ്റെ അനുസരിച്ച്, ക്യാരക്ടേഴ്സ് അനുസരിച്ച്, അച്ഛനമ്മമാരുടെ അവരുടെ ഫോർ ഫാദേഴ്സിൻ്റെ ക്യാരക്ടേഴ്സ് അനുസരിച്ച് വേറെ വേറെയായി മാറാം. പക്ഷേ ഒരാൾ പരിശുദ്ധാത്മാവ് സ്വീകരിച്ചു എന്ന് പറയുമ്പോൾ അപ്പോൾ ആത്മാവിൻ്റെ ഫലങ്ങളായിട്ട് നമ്മൾ കാണുന്നു. ഗലാത്യരിൽ വ്യക്തമായി ദൈവം അവിടെ കാണിച്ചിട്ടുണ്ട്. എന്നാൽ ആത്മാവിൻ്റെ ഫലം സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, വിനയം, ആത്മീയ നിയന്ത്രണം, ഇന്ദ്രിയ ജയം, ഇവയൊക്കെ തന്നെയാണ്. ഇതിനെതിരായ ഒരു ന്യായവും ഇല്ല എന്ന് പറയുന്നുണ്ട്. ഹല്ലേലൂയ. നിയമവും ഇല്ല എന്ന് പറയുന്നുണ്ട്. ആമേൻ, സ്തോത്രം. അപ്പോൾ ആത്മാവിൻ്റെ ക്യാരക്ടർ ഇങ്ങനെയായിരിക്കുന്ന, അപ്പോൾ ഒരുവൻ ആത്മാവ് നമുക്ക് ജീവൻ, ഗലാത്യ 5:25 ആത്മാവ് നമുക്ക് ജീവൻ പ്രദാനം ചെയ്യുന്നു. നമ്മുടെ ജീവിതത്തെ നയിക്കേണ്ടതും ആത്മാവ് തന്നെ. അപ്പോൾ ആത്മാവിനാൽ നയിക്കപ്പെട്ട ഒരുവനിൽ ഇങ്ങനത്തെ ക്യാരക്ടേഴ്സൊക്കെ ഉണ്ടാവും. ഈ ക്യാരക്ടേഴ്സ്, ഈ ഫലം ഉള്ളവർക്കേ ഈ യേശയ്യാവ് 61 പറയപ്പെട്ടിരിക്കുന്ന ആ പ്രവൃത്തികൾ ചെയ്യാൻ പറ്റും. ഹല്ലേലൂയ. യേശയ്യാവ് 61 പറഞ്ഞിരിക്കുന്ന ആ ദൈവവേലകളൊക്കെ, ദൈവമേൽപ്പിച്ച വേലകളൊക്കെ ചെയ്യാൻ പറ്റുന്നത് ഈ ആത്മാവിൻ്റെ ഫലമുള്ളവർക്ക് മാത്രമാണ്. ബിക്കോസ് അവർ ദൈവത്തിൽ തന്നെ വഹിക്കുന്നുണ്ട്, ദൈവം അവരിൽ വസിക്കുന്നുണ്ട്. അവർ ഞാനോ കുറയണം, ദൈവമേ നീയോ വളരണമെന്ന് അവരുടെ മാംസം, ജഡീയ മോഹങ്ങൾ അവർ കീഴടക്കുന്നു. ജഡത്തിൻ്റെ പ്രവൃത്തികൾ എന്താണെന്ന് ജസ്റ്റ് അതിൻ്റെ തൊട്ട് മേലെ തന്നെ ഗലാത്യരിൽ 5:19 തൊട്ട് നമുക്ക് വായിക്കാൻ പറ്റും, ജഡീയ പ്രവൃത്തികൾ എന്താണെന്ന്. അപ്പോൾ അതും കൂടി നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവും. അപ്പോൾ അത് നമുക്ക് വേണ്ട, അതിലിരുന്നാണ് ദൈവം നമ്മൾ വീണ്ടെടുപ്പുകാരൻ വന്നത്. നമ്മളുടെ ജഡീയ മോഹങ്ങൾ, ജഡീയ പ്രവൃത്തികൾ കീഴടക്കാൻ വേണ്ടിയാണ്, അതിനു വേണ്ടിയാണ് നമ്മൾ അഭിഷേകം ചെയ്യപ്പെട്ടത്. അപ്പോൾ എപ്പോഴും നമ്മൾ അതിൽ തന്നെ ജീവിക്കുന്നു എന്ന് വെച്ചാൽ നിങ്ങളുടെ മേൽ വസിക്കുന്നത് ദൈവാത്മാവ് തന്നെയാണോ? നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്ന ദൈവാത്മാവിൻ്റെ ഫലം, ഈ സ്നേഹം നിങ്ങളുടെ ഉള്ളിലില്ല, ആനന്ദം നിങ്ങളുടെ ഉള്ളിലില്ല, സമാധാനം ഇല്ല, ക്ഷമ ഇല്ല. കുട്ടികളോട് കാണിക്കേണ്ട ക്ഷമ, ദരിദ്രരോട് കാണിക്കേണ്ട ക്ഷമ, ദയ, ഒരാൾ നമുക്ക് നന്മ ചെയ്താലും ചെയ്തില്ലെങ്കിലും അവരോട് കാണിക്കേണ്ട നന്മ, അത് നമുക്കുണ്ടോ? ഹല്ലേലൂയ. ഇത് ഇല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നത് ദൈവാത്മാവ് തന്നെയാണോ എന്ന് നിങ്ങൾ സംശയിക്കുക തന്നെ വേണം. നിങ്ങൾ നേരെയാക്കേണ്ടത്, എന്നെയും കൂടി ഉൾപ്പെടുത്തുക, എന്നെ തന്നെ ഞാൻ നേരെയാക്കേണ്ടത്. ആമേൻ, സ്തോത്രം. അപ്പോൾ നമ്മളെ നയിക്കേണ്ടത് ആത്മാവ് തന്നെയാണ്. അപ്പോൾ ആ ആത്മാവ് നമ്മളിൽ ആണെങ്കിൽ നമ്മൾ ജഡീയം കീഴടക്കണം. ദൈവം നമ്മളിൽ വളരുവാൻ നമ്മൾ സ്ഥലം കൊടുക്കുന്നവരായിരിക്കണം. ലോഹമോഹങ്ങളോ ജഡീയ മോഹങ്ങളോ കൺകളിൻ മോഹങ്ങളോ, അപ്പോൾ അതിലൊന്നിലും നമ്മൾ വീഴ്ന്നു പോകാത്തവരായി നമ്മളെ കാത്തു സൂക്ഷിക്കുന്നവരായിരിക്കണം. ആമേൻ. എങ്ങനെയാണ് അത് ചെയ്യേണ്ടത്? അടുത്ത വീഡിയോ അതിനെക്കുറിച്ചാണ് ഞാൻ ഇടാൻ പോകുന്നത്. ആദ്യം നമ്മളുടെ അഭിഷേകം പ്രാപിച്ചത്, നമ്മൾ വിശ്വാസികളായി നമ്മൾ രക്ഷിക്കപ്പെട്ട് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചത് എന്തിനു വേണ്ടിയാണെന്നുള്ളതാണ് ഈ വീഡിയോ. ആമേൻ, സ്തോത്രം. നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഫലമില്ലാത്തവരെക്കുറിച്ച് യോഹന്നാൻ 15:1-2 ഇങ്ങനെ ആ യോഹന്നാൻ 15 മുഴുവനും നിങ്ങൾക്ക് വായിക്കുമ്പോൾ ഈ ഫലനെക്കുറിച്ചും ഫലമില്ലാത്തവരെ കുറിച്ചും അവർക്കുള്ള പനിഷ്മെൻറ്റ്സ് എന്തൊക്കെയാണ് വരുന്നതിനെ കുറിച്ചും വ്യക്തമായി ദൈവം പറയുന്നുണ്ട്, വ്യക്തമാക്കി തന്നിട്ടുണ്ട്. ആമേൻ, ഹല്ലേലൂയ. വചനം നമുക്ക് പറഞ്ഞു തരാത്തതൊന്നും നമുക്ക് ലോകം പറഞ്ഞു തരാൻ പോകുന്നില്ല, ഒരു മനുഷ്യനെ കൊണ്ട് പറഞ്ഞു തരാൻ പറ്റുകയില്ല. ഹല്ലേലൂയ. ഞാൻ യഥാർത്ഥ മുന്തിരിച്ചെടിയും എൻ്റെ പിതാവ് കൃഷിക്കാരനുമാകുന്നു. യോഹന്നാൻ 15:1-2 വചനം മാത്രം എടുക്കുന്നു. അവിടെ നിന്ന് ഫലം കായ്ക്കാത്ത ഫലം എല്ലാ ശാഖകളും എന്നിൽ നിന്ന് വെട്ടിക്കളയുന്നു. അത്ര തന്നെ. ഫലം കായ്ക്കുന്നവർ കൂടുതൽ ഫലം നൽകേണ്ടതിന് തലപ്പുകൾ കോതി വൃത്തിയാക്കുന്നു. ആമേൻ, സ്തോത്രം. അപ്പോൾ നമ്മൾ വെറുതെ എന്താ പറയുക, ഇല്ല ഞാൻ സ്നേഹിക്കുന്നു, ഞാൻ സമാധാനത്തോടെ ഉള്ള, ഞാൻ ആനന്ദത്തോടെ ഉള്ള എന്ന് പറഞ്ഞ് നമ്മൾ വീട്ടിൽ കുത്തിരിക്കാൻ പറ്റില്ല. ഈ ഫലം ഉള്ളവരുടെ പ്രവൃത്തികൾ എങ്ങനെയായിരിക്കും? യേശയ്യാവ് 61:1-3 നമുക്ക് പറഞ്ഞിട്ടുണ്ട്. അവരിത് ചെയ്യുന്നവർ തന്നെയായിരിക്കും. ഈ പ്രവൃത്തി ഇല്ലാത്തവർ ഫലനുള്ളവരല്ല, ഈ ഫലനില്ലാത്തവർ ആത്മാവുള്ളവരല്ല. ആമേൻ. എല്ലാം ഇൻ്റർകണക്റ്റഡാണ്. ഇവിടെ നമുക്കൊന്നും ഒളിഞ്ഞു മാറിക്കൂടാ. ആമേൻ, സ്തോത്രം. അപ്പോൾ സ്നേഹം ഉണ്ട് എന്ന് പറയുന്നവരുടെ പ്രവൃത്തി എങ്ങനെയായിരിക്കും?
എന്ന് നമുക്ക് വീണ്ടും യേശയ്യാവിൽ കാണാം. ഒരു സ്നേഹമെന്ന് പറയുന്നത് ഇത് ഒരു മനുഷ്യൻ്റെ സ്നേഹമല്ല, ദൈവാത്മാവിടെ സ്നേഹം ഉള്ളത് ക്രൂശിലെ മരണത്തെ ഏറ്റുകൊണ്ട് ക്രൂശ് മരണത്തിൽ തൻ്റെ സ്വന്തം ജീവൻ തന്നവൻ്റെ സ്നേഹം തന്നെയാണ്. ആ സ്നേഹം ബന്ദികൾക്ക് കാരാഗൃഹമോചനം നൽകിയിരിക്കും. മുറിവ് കെട്ടാനുള്ള തടവുകാർക്ക് സ്വാതന്ത്ര്യം നൽകിയിരിക്കും. ഹൃദയം തകർന്നവർക്ക് മുറിവ് കെട്ടിയിരിക്കും. ആമേൻ, ഹല്ലേലൂയ. സദ്വാർത്ത ഗുഡ് ന്യൂസ് പകർന്നിരിക്കും. ആമേൻ. സർവേശ്വരൻ്റെ പ്രസാദവർഷം പറഞ്ഞിരിക്കും. ദൈവത്തിൻ്റെ പ്രതികാരത്തിനെക്കുറിച്ച് ബോധ്യപ്പെടുത്തും. ഹല്ലേലൂയ. ദുഃഖിക്കുന്നവർക്ക് ആശ്വസിപ്പിക്കും. ആമേൻ. ഇത് ചെയ്യാൻ ആണ് നമുക്ക് ആത്മീയ ഫലങ്ങൾ നമ്മളിൽ കാണപ്പെടണം എന്ന് പറയുന്നത്. അങ്ങനെ കാണപ്പെടാൻ നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റില്ല, സ്വന്തം ബലം കൊണ്ട് ഉണ്ടാക്കുന്നതല്ല. അത് ദൈവാത്മാവ് നമ്മളിൽ വഹിച്ചു തുടങ്ങുമ്പോൾ 24 മണിക്കൂറും 24/7 വഹിച്ചു തുടങ്ങുമ്പോൾ തന്നെ നമ്മളിൽ കാണപ്പെടേണ്ടതാണ്. ഞാൻ ഒരുപാട് സമയം എടുക്കുന്നില്ല. അടുത്ത് ഇത് ഇല്ലാത്തവരുടെ, ഈ സ്നേഹം ഉള്ളവരുടെ പ്രവൃത്തിനെ കുറിച്ച് നമുക്ക് 1 യോഹന്നാനിൽ നമുക്ക് വായിക്കാൻ പറ്റും. 1 യോഹന്നാനിൽ കുഞ്ഞുങ്ങളെ വെറും വാക്കുകൊണ്ടും സംസാരം കൊണ്ടുമല്ല, പ്രവൃത്തി കൊണ്ടും സത്യം കൊണ്ടുമാണ് നാം സ്നേഹിക്കേണ്ടത്. ആമേൻ. സ്തോത്രം. 1 യോഹന്നാൻ 2 നമുക്ക് പറഞ്ഞിരിക്കുന്നു. 2 സ്തോത്രം 3 യെസ് 3:18 എൻ പിള്ളകളെ വസനത്തിനാലും. ആമേൻ, ഹല്ലേലൂയ. 1 യോഹന്നാൻ 3:18 അതിൽ വരെ നിങ്ങൾ അതിൻ്റെ മേലെയും താഴെയുമായിട്ട് 2-3 വചനം കൂടി വായിക്കാം. അപ്പോൾ അതിവിടെയൊക്കെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വെറും വാക്കുകൊണ്ടും സംസാരം കൊണ്ടുമല്ല, പ്രവൃത്തി കൊണ്ടും സത്യം കൊണ്ടുമാണ് നാം സ്നേഹിക്കേണ്ടത്. ദൈവം സ്നേഹമായിരിക്കുന്നു. സ്നേഹത്തെക്കുറിച്ച് 1 കൊരിന്ത്യർ 13 നമുക്ക് വ്യക്തമാക്കുന്നു. അപ്പോൾ ഇതൊക്കെ ഇല്ലാണ്ട് ഞാൻ ആത്മാവ് പ്രാപിച്ചു എന്ന് പറഞ്ഞ് മാത്രം നടക്കുന്നതല്ല, വാക്കുകൊണ്ട് പറഞ്ഞ് മാത്രം നടക്കുന്നതല്ല, സംസാരം കൊണ്ട് പറഞ്ഞ് മാത്രം നടക്കുന്നതല്ല, പ്രവൃത്തി കൊണ്ട് നമ്മൾ വിശ്വസ്തത ദൈവത്തിൻ്റെ കയ്യിലിരുന്ന് നമ്മൾ നേടേണ്ടതാണ്. ഇങ്ങനെ പ്രവർത്തിക്കുന്നവരെ ദൈവം വിശ്വസിക്കുന്നവരായി തീരും. ദൈവം വിശ്വസിക്കും. യെശയ്യാവ് 1:3 വചനം നമുക്ക് പറയുന്നുണ്ട്. ഹല്ലേലൂയ. മഹത്വപ്പെടുത്തേണ്ടതിന്, അവിടെ നിന്ന് മഹത്വപ്പെടുത്തേണ്ടതിന് സർവേശ്വരൻ നട്ടു വളർത്തിയ സ്ത്രീയുടെ നീതിയുടെ ഓക്കുമരങ്ങൾ എന്നും അവർ വിളിക്കപ്പെടുന്നു. അപ്പോൾ അങ്ങനെ ജീവിക്കുന്നവരെ ദൈവം എങ്ങനെയാണ് വിളിക്കുന്നത്? ദൈവമാണ് വിളിക്കുന്നത്. ഹല്ലേലൂയ. സർവേശ്വരൻ നട്ടു വളർത്തിയ നീതിയുടെ ഓക്കിമരങ്ങൾ എന്ന് അവർ വിളിക്കപ്പെടുന്നു. ആമേൻ. സർവേശ്വരൻ നട്ടു വളർത്തിയ മരമാണോ നിങ്ങൾ, ഞാനും? നമ്മൾ സർവേശ്വരൻ നട്ടു വളർത്തിയ മരം ആണെങ്കിൽ നമ്മളിൽ യേശയ്യാവ് 61:1 കാണുന്ന എല്ലാ പ്രവൃത്തികളും കാണപ്പെടും. ദൈവം നട്ടു വളർത്തിയ ഓക്ക് മരങ്ങളാണെങ്കിൽ നമ്മളിൽ ആത്മീയ ഫലങ്ങൾ കാണപ്പെടും. ഹല്ലേലൂയ. പ്രവൃത്തിയാൽ കാണപ്പെടും. അങ്ങനെ ദൈവം അഭിഷേകിച്ചതാണെങ്കിൽ നിങ്ങളിൽ ഈ പ്രവൃത്തികളെല്ലാം കാണപ്പെടും. അങ്ങനെ അല്ല എങ്കിൽ ഹല്ലേലൂയ. അതുമാത്രമല്ല, നമുക്കിതിന് തടസ്സമായിരിക്കുന്ന പാപങ്ങൾ, ജഡീയ പാപങ്ങൾ മാത്രമല്ല, ജഡീയ പാപങ്ങൾ എത്രയോ ഉണ്ട്. അതിന് ദൈവം ക്ഷമിക്കുന്നുണ്ട്. നമ്മൾ ശുദ്ധി പ്രാപിക്കുമ്പോൾ, യേശു ക്രിസ്തുവിൻ്റെ രക്തം കൊണ്ട് നമ്മൾ ശുദ്ധീകരിക്കുമ്പോൾ നമ്മൾ പെടുന്നു, ഇന്നും പെട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എത്ര കാലം ഇത് ചെയ്തുകൊണ്ടിരിക്കും? അപ്പോൾ നമ്മൾ അനീതിയുള്ളവരായി തീരുന്നോ എന്നുള്ളതും കൂടി നമ്മൾ ശോധിക്കേണ്ടതാണ്. നമുക്ക് മാംസീയ ജഡീയ പാപങ്ങൾ മാത്രമല്ല, നമ്മൾ അനീതി ചെയ്യാതിരിക്കുന്നോ, അനീതിയും പാപം തന്നെയാണ്. 1 യോഹന്നാൻ 5:17 പറയുന്നുണ്ട്, എല്ലാ അനർത്ഥവും പാപം തന്നെ. ആമേൻ. സ്തോത്രം. അപ്പോൾ യോഹന്നാൻ 3:7 പറയുന്നുണ്ട്, കുഞ്ഞുങ്ങളെ ആരും നിങ്ങളെ വഴി തെറ്റിക്കരുത്, അവിടെ നിന്ന് നീതിമാനായിരിക്കുന്നത് പോലെ നീതി പ്രവർത്തിക്കുന്നവൻ നീതിമാനാകുന്നു. ആമേൻ. സ്തോത്രം. അപ്പം നമ്മൾ നീതിയുള്ളവരായിരിക്കണം. ഹല്ലേലൂയ. എല്ലാം ഇൻ്റർ കണക്റ്റഡാണ്. നമ്മൾ സർവായുധവർഗം ധരിക്കുന്ന സമയത്ത് അവിടെ നീതി വരുന്നുണ്ട്, വിശ്വാസമുണ്ട്. അവിടെ നമ്മൾ നീതിനെ കാണുന്നില്ലേ? നീതിയില്ല, നീതി എൻ്റെ മാർക്കവശം. അപ്പോൾ അതില്ലാണ്ട് നമുക്ക് എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ പറ്റുക? അപ്പോൾ നീതിയുള്ളവരായിരിക്കണം. അനീതി ചെയ്യുന്നവരായി ആർക്കും നമ്മൾ ദുഷ്പ്രവൃത്തി ചെയ്യുന്നവരായി ഇരിക്കാൻ പാടില്ല. നന്മയുള്ളവരായി തീരണം. ദൈവം യേശുക്രിസ്തു ഭൂമിയിൽ ജീവിക്കുമ്പോൾ നന്മ ചെയ്യുന്നവനായി ചുറ്റി നടന്നു എന്ന് വചനം പറയുന്നു. അങ്ങനെ തന്നെയാണ് നമ്മളും നടക്കേണ്ടത്.
ഹല്ലേലൂയ. അങ്ങനെ അല്ലാത്തവർ, ഓക്കെ, ഇത് ഒരു പുതിയ വിശ്വാസികൾക്ക് നമ്മൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. അപ്പോൾ കുറേ വർഷങ്ങളായി വിശ്വാസത്തിൽ ഇരുന്നു കൊണ്ടും ഇങ്ങനെയൊക്കെ പ്രവർത്തികളില്ലാത്തവർ, ഇങ്ങനെ ആത്മാവില്ലാത്തവർ, ഇങ്ങനെ ഫലം കായ്ക്കാത്തവരെ കുറിച്ച് യോഹന്നാൻ 15 നമുക്ക് വ്യക്തമാക്കിയിരുന്നു. ഇന്ന് ഒരു വചനം കൂടി അവസാനമായിട്ട് പറയാം. ഇത് പറയുമ്പോൾ എല്ലാവർക്കും കേൾക്കുമ്പോൾ വിഷമായിരിക്കും, പക്ഷേ എന്നാലും ദൈവം ഏൽപ്പിച്ച പണി ഞാൻ പൂർത്തിയാക്കാൻ വേണ്ടി ഞാൻ പറയുക തന്നെ ചെയ്യുന്നുണ്ട്. എബ്രായർ 10:26-31 വരെ. ഹല്ലേലൂയ. സത്യത്തെക്കുറിച്ചുള്ള അറിവ്. അപ്പോൾ 10:27, 26, 29 നമുക്ക് വ്യക്തമായി പറയുന്നുണ്ട്. നിങ്ങളൊന്ന് വായിച്ച് നോക്കണം. ദൈവവേലയിൽ നമ്മൾ അലസരായി തീരാൻ പറ്റില്ല. യെരമ്യാ 48:10 പറയുന്നു, അലസരായി തീരുന്നവർ ശപിക്കപ്പെട്ടവരെന്ന് പറയുന്നു. ഹല്ലേലൂയ. ദൈവം നിങ്ങൾക്ക് ഈ വചനങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് സഹായിക്കട്ടെ. നിങ്ങൾ ഇതിലിരുന്ന് യാക്കോബ് പറയുന്നുണ്ട്, യാക്കോബ് വചനങ്ങൾ അവസാനത്തിൽ പറയുന്നുണ്ട്, പലരെയും ഭയത്തോട് രക്ഷിത്ത് അഗ്നിയിലിരുന്ന് ഇഴുത്തുവിട്ട് അഗ്നിയിലിരുന്ന് രക്ഷിച്ചു എന്നും പറയുന്നുണ്ട്. ആ പേടിയോടുകൂടെ തന്നെയാണ് ഈ വചനങ്ങൾ നിങ്ങൾക്ക് ഞാൻ ഏൽപ്പിക്കുന്നത്. ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. നിങ്ങളെല്ലാവരും ഈ വചനങ്ങൾ വായിക്കണം. സത്യത്തെക്കുറിച്ചുള്ള അറിവ് നമുക്ക് ലഭിച്ച ശേഷവും നാം മനഃപൂർവ്വം പാപം ചെയ്തുകൊണ്ടിരുന്നാൽ, ഹല്ലേലൂയ, ഒന്ന് ശ്രദ്ധയോടും കൂടി കേട്ട് നിങ്ങളുടെ ജീവിതം ഇവാലുവേറ്റ് ചെയ്യുക. വീണ്ടും വീണ്ടും നമ്മൾ പാപികളായി ജീവിക്കാൻ പറ്റുകയില്ല, ആത്മാവില്ലാത്തവരായി ജീവിക്കാൻ പറ്റുകയില്ല. ആത്മാവിൻ്റെ പ്രവൃത്തികളുള്ളവരായി, ആത്മാവിൻ്റെ ഫലമുള്ളവരായി, നമ്മൾ ദൈവം നട്ടു വളർത്തിയ ഓക്കുമരങ്ങളായി ദൈവസന്നിധിയിൽ കാണപ്പെടുന്നവരായി നമ്മൾ ജീവിക്കാം. ദൈവം അതിനായിട്ടുള്ള കൃപ നിങ്ങൾക്ക് തരട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.